ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ജനുവരി മാസത്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്ന് ഓർത്തിരിക്കാം. ജാനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആണ്. അതുപോലെ ജാനുവരി 15 എന്ന് പറയുന്നത് ആർമി ഡേ ആണ്. ജാനുവരി 21 എന്ന് പറയുന്നത് മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഈ 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ചാണ് രൂപീകൃതമായെന്ന് നമുക്കറിയാം, പഠിക്കുന്നുണ്ട്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 72 1972 ആണ് മണിപ്പൂർ, മേഘാലയ, ത്രിപുര. ഞാൻ നേരത്തെ ഒരു കോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാട്ട് പോലെ, മണിപ്പൂരിൽ ത്രിമേഘങ്ങൾ 72 പാട്ടുപാടി, അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം 72 എന്ന് പറയുന്നത് 1972. മണിപ്പൂരിൽ ത്രിമേഘങ്ങൾ 72 പാട്ടും പാടി, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം 21 എന്ന് പറയുന്നത് ജാനുവരി 21 ഈ 3 സംസ്ഥാനങ്ങളിലെ ദിവസമാണ്. പിന്നെ 23 എന്ന് പറയുന്നത് ദേശ് പ്രേം ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ 23 നോക്കുമ്പോഴത്തേനും നമുക്ക് 3 കാണുമ്പോൾ ഒരു ലവ് സൈൻ, ഒരു ഹേർട്ട് സൈൻ്റെ ആ ഒരു മുകളിലത്തെ ആ കേർവ് പോലെ ഇല്ലേ, 2 കേർവ് പോലെ. 23 ദേശ് പ്രേം ദിവസ് കേട്ടോ. അപ്പം 25 എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് ഡേ ആണ്, ജാനുവരി 25. അതുപോലെ നമുക്ക് 26 അറിയാം, അതെന്തായാലും ചോദിക്കാൻ സാധ്യതയില്ല, നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്, ജാനുവരി 26. പിന്നെ 30 എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ ദിവസമാണ്, മാർട്ടേഴ്സ് ഡേ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജാനുവരി മന്തിൽ ഓർത്തിരിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ആർമി ഡേ ആണ്. അപ്പം നിങ്ങൾക്കറിയാം, പഴയ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ ആർമി ഡേ അല്ലെങ്കിൽ നേവി ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർമി ഡേ ആണ്. പിന്നെ മാർട്ടേഴ്സ് ഡേ, പിന്നെ ദേശ് പ്രേം ദിവസ്. സംസ്ഥാനങ്ങളുടെ അത് ഇതിലേക്ക് ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ എന്നിരുന്നാലും ഓർത്തിരിക്കണം. അത് മാത്രമല്ല, ഈ ജാനുവരി 21 എന്ന് പറഞ്ഞിരിക്കുന്നത് മണിപ്പൂർ, മേഘാലയ, ത്രിപുര എന്ന് അല്ലേ. 2+1 എന്ന് പറയുന്നത് 3 അല്ലേ, അതായത് 3 സംസ്ഥാനങ്ങൾ അല്ലേ, 21. അങ്ങനെയൊക്കെ മനസ്സിനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിപ്പിക്കുക. ശരിക്കും ചിലർക്ക് നല്ല സ്കില്ലുണ്ട്, ഡേറ്റ്സൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊരു സ്കിൽസ് ഉണ്ട്, പക്ഷെ ചിലർക്കത് ഈസി ആയിട്ട് നടക്കില്ല. അപ്പം ഞാൻ ഇത് പറഞ്ഞത് ജാനുവരി മാസത്തിൽ 12 എന്ന് പറയുന്നത് നാഷണൽ യൂത്ത് ഡേ ആണ്. അത് തുടങ്ങുന്നതന്നെ 12 അല്ലേ. അതിനുശേഷം ആർമി ഡേ വരുന്നുണ്ട്. പിന്നെ 21 വരുമ്പോൾ 2+1 3 മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഡേ ഉണ്ട്. 1972 ആണ് അതിൻ്റെ സ്റ്റേറ്റ് ഫോർമേഷൻ. പിന്നെ 23 എന്ന് പറയുന്നത് ദേശ് പ്രേം ദിവസ്. ദെൻ 25 എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് ഡേ ആണ്. 30 എന്ന് പറയുന്നത് മാർട്ടേഴ്സ് ഡേ, സർവോദയ ഡേ.